ഹായ്. യെസ്റ്റർഡേ നൈറ്റ് ഡ്യൂട്ടിയിൽ നടന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഏർലി മോർണിംഗ് അറൗണ്ട് 3 o'clock ഒരു 62-year-old മെയിൽ എമർജൻസിയിൽ വന്നു. ഹി ഹാഡ് ഹിസ്റ്ററി ഓഫ് റൈറ്റ് സൈഡഡ് അപ്പർ ആൻഡ് ലോവർ ലിം വീക്ക്നെസ്, ഫേഷ്യൽ ഡീവിയേഷന്, സ്ലറിങ് ഓഫ് സ്പീച്ച് ഉണ്ടായി. അയാളുടെ മൂത്ത മകൻ ഇത് റെക്കഗ്നൈസ് ചെയ്തു ആൻഡ് റഷ് ടു ദ ഹോസ്പിറ്റൽ വിത്തിൻ 1 hour. ഇപ്പം നിയർ ബൈ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ അസസ് ചെയ്തു, MRI സ്ട്രോക്ക് പ്രോട്ടോകോൾ ചെയ്തു, റൈറ്റ് ഗാംഗ്ലിയോ ക്യാപ്സുലാർ അക്യൂട്ട് ഇൻഫ്രാക്റ്റ് ഡയഗ്നോസ് ചെയ്തു ആൻഡ് അവർ ത്രോംബോലൈസ് ചെയ്തു ഇഞ്ചെക്ഷൻ ടെനക്റ്റിപ്ലേസ് വെച്ചിട്ട്. ടെനക്റ്റിപ്ലേസ് 1 ഇഞ്ചെക്ഷൻ കോസ്റ്റ് ആൾമോസ്റ്റ് ₹500,000. ടെനക്റ്റിപ്ലേസ് വെച്ച് ത്രോംബോലൈസ് ചെയ്തു, പവറൊക്കെ ഇമ്പ്രൂവ് ചെയ്തു, സെൻസോറൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. ദെൻ ദേ ഹാഡ് അഡ്വൈസ്ഡ് ICU അഡ്മിഷൻ. അപ്പോൾ ICUയിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ കാരണം അവർ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലേക്ക് പേഷ്യൻറ്റിനെ റെഫർ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴത്തേക്കും അവരുടെ റൈറ്റ് സൈഡുള്ള പവർ 5/5 ആയിട്ടുണ്ട്. ഫേഷ്യൽ ഡീവിയേഷനൊക്കെ ആൾമോസ്റ്റ് സെറ്റിൽ ആവുന്നുണ്ട്. ദിസ് ഈസ് വാട്ട് യു കോൾ ടൈം സേവ്സ് ബ്രെയിൻ. നമ്മൾ സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ടൈം ലോസ്റ്റ് ഈസ് ബ്രെയിൻ ലോസ്റ്റ്. എനിവേ ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ഏർലി റെക്കഗ്നിഷൻ ഓഫ് സ്ട്രോക്ക്. ന്യൂമോണിക്ക് ഫാസ്റ്റ് ഓർമ്മിക്കുക, FAST. F for facial deviation, arm for arm, A for arm weakness, and S for slurring of speech or any speech difficulty. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു 3 ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ആ ടൈം വിൻഡോയിൽ എത്തിയത് കൊണ്ടാണ് അയാളുടെ ബ്രെയിനിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം അയാളുടെ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ്. 7 വർഷമായിട്ട് അയാൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 10 lakhൻ്റെ. 7 വർഷത്തോളം അയാൾ പേ ചെയ്ത് ഈ വർഷം പേയ്മെൻറ്റിൻ്റെ ടൈം വന്നപ്പോൾ പ്രീമിയം 35,000 ഉള്ളത് കൊണ്ട് അയാൾ പേ ചെയ്തില്ല. നോക്കൂ, ആ ഇയർ തന്നെ അയാൾക്ക് അക്യൂട്ട് സ്ട്രോക്ക് വരികയും ICU അഡ്മിഷൻ്റെ ആവശ്യം വരികയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഒരു 2-3 വർഷം കഴിഞ്ഞതാണെങ്കിൽ ഒരിക്കലും അത് പേയ്മെൻറ്റ് ലാപ്സ് ആക്കാതിരിക്കാൻ നോക്കുക. എപ്പോഴാണ് ഒരു ഹെൽത്ത് എമർജൻസി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഹെൽത്ത് എമർജൻസി ഉണ്ടാകുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് കയ്യിലുണ്ടാകുമ്പോഴത്തേക്ക് ഏതൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലും നമുക്ക് യാതൊരു മടിയും ഇല്ലാതെ ഡയറക്റ്റ് കയറി ചെല്ലാനും എല്ലാ ട്രീറ്റ്മെൻറ്റിലേക്കും പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനും പൈസയെക്കുറിച്ച് ചിന്തിക്കാതെ ട്രീറ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി നമുക്ക് സാധിക്കും. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് മസ്റ്റ്. താങ്ക് യു.